Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa alihi wa sahbihi ajma'in. Amma ba'du. ഞാൻ നേരത്തെ കളവ് പറയുന്നതിൻ്റെ ഭവിഷ്യത്ത് സൂചിപ്പിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ടെക്സ്റ്റ് മെസ്സേജായി വിട്ടിരുന്നു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഉസ്താദ് അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ആ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച്, ആ കളവ് പറയുന്നതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതാണ്. നമ്മിൽപ്പെട്ട ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് വർഷത്തിൽ ഒരു ദിവസം അഥവാ ഏപ്രിൽ 1 കളവ് പറയൽ അനുവദനീയമാണെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു ഇളവ് പരിശുദ്ധ ഇസ്ലാമിലില്ല. കളവ് പറയൽ നിർബന്ധമായ ചില സന്ദർഭങ്ങളും അനുവദനീയമായ ചില സന്ദർഭങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്നും ഏപ്രിൽ 1 കളവ് കാണുന്നില്ല. കളവ് പറയൽ വൻ കുറ്റമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ അതിൻ്റെ ഭവിഷ്യത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ആയത്ത് പറയാം. വിശുദ്ധ ഖുർആനിലെ ആൽ ഇംറാൻ സൂറത്തിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. അറിയുക, പ്രത്യേകം എടുത്തു പറയാണ്, അലാ അറിയുക, അള്ളാഹുവിന്റെ ശാപം കളവ് പറയുന്നവരുടെ മേലാകുന്നു. ഖുർആനാ പറയുന്നത്. അള്ളാഹു ശപിച്ചാൽ പിന്നെ അവന്റെ അവസ്ഥ എന്താ? അള്ളാഹുവിന്റെ ശാപം കളവ് പറയുന്നതിന്റെ മേൽ മാത്രമാണ്, കളവ് പറയുന്ന മേലാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അലൈക്കും ബിസ്ദിഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വൽ ബിർറ യഹ്ദി ഇലൽ ജന്ന വഇയ്യാകും വൽ കദിബ് ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. നിങ്ങൾ സദാ സത്യത്തെ അവലംബിക്കുക. സത്യം പറയൽ നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും വഴിയൊരുക്കുന്നതാണ്. നിങ്ങൾ കളവ് പറയുന്നതിനെ സൂക്ഷിക്കുക. കളവ് പറയൽ തമ്മാടിത്തത്തിലേക്കും തമ്മാടിത്തം നരകത്തിലേക്കുമാണ് നയിക്കുന്നത്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയൽഹഖ ബിഹിൽ ഖൗം വൈലുൽ ലഹു. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവനാണ് നാശം, അവനാണ് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താക്കീതായി പറയുകയുണ്ടായി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇയ്യാകും വൽ കദിബ് ഫഇന്നൽ കദിബ മുജാനിബുൽ ഈമാൻ. കളവ് പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. കളവ് പറയുന്നത് ഈമാനിനെ നീക്കിക്കളയുന്ന കാര്യമാണ്. ഒരിക്കലൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സത്യവിശ്വാസികൾ കളവ് പറയുമോ നബിയെ? ഇല്ല, സത്യവിശ്വാസികൾ കളവ് പറയില്ല എന്നായിരുന്നു അവിടുത്തെ മറുപടി. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ കളവ് നിർമ്മിച്ചുണ്ടാക്കുകയുള്ളൂ എന്നർത്ഥം വരുന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി. അപ്പം അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പല ആളുകളും ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് പല കളവുകളും പറഞ്ഞു വരുത്തുന്നത് കാണാം. അള്ളാഹു നമ്മെ അത്തരം കളവ് പറയുന്നവരിൽ നിന്ന് കാക്കുമാറാവട്ടെ. സത്യം മാത്രം പറഞ്ഞ് ആ സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.